നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഇന്നലെ മമ്മൂക്കാട് ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തു. ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും കണ്ടു, ഒരുപാട് പബ്ലിക് റെസ്പോൺസുകൾ കണ്ടു. ഈ സിനിമ തുടങ്ങുന്ന ആദ്യത്തെ FTF ഷോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കൂടുതലും ഫാൻസുകാരായിരിക്കും ആ ഒരു സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്നത്. എന്തായാലും ആ അഭിപ്രായങ്ങളൊന്നും ഇവിടുത്തെ സിനിമാ പ്രേമികൾ സാധാരണ നോക്കാറില്ല. പക്ഷെ പിന്നീട് വരുന്ന ഷോകളിൽ വരുന്ന അഭിപ്രായങ്ങളാണ് പ്രേക്ഷകർ നോക്കുന്നത്. കാരണം അത് ജെന്യുവിൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും. എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള ഓരോ പബ്ലിക് റെസ്പോൺസുകളും എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ സിനിമയ്ക്ക് നല്ല ഒരു റിപ്പോർട്ടാണ് എല്ലാവരും കൊടുക്കുക. കാരണം ഒരു സാധാ സിനിമ, വലിയ അമാനുഷികതയൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി ജോണറിൽ പറഞ്ഞു പോകുന്ന ഒരു കഥ, ആ ഒരു കഥയാണ് ഈ ഒരു സിനിമ. കാരണം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന കമ്പനി ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും മികച്ച സിനിമകൾ തന്നെയാണ്. അത്തരത്തിൽപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഡൊമിനിക് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അതിനകത്ത് മമ്മൂക്കായും ഗോകുൽ സുരേഷിൻ്റെയും കോമ്പിനേഷൻ സീനും അവർ തമ്മിൽ വരുന്ന എല്ലാ സീനുകളും നല്ല ചിരി ഉണർത്തുകയും കൈയടിക്കുകയും അതുപോലെ തന്നെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയും ഇതിൻ്റെ അവസാനം വരുന്ന ഒരു ക്ലൈമാക്സ് ഒക്കെ ഈ സിനിമയെ വേറൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിച്ചു എന്ന് തന്നെയാണ് നമ്മളൊക്കെ ഇന്നലെ ഈ റിവ്യൂവിൽ പറഞ്ഞത്. എന്നാൽ വലിയൊരു സംഭവമാണ് ഈ സിനിമ, വലിയ തേങ്ങയാണ് ആനയാണെന്നുള്ള തള്ളലൊന്നും നമ്മുടെ ഭാഗത്തില്ല. പക്ഷെ നമ്മുടെ ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് ഒരു പ്രഗത്ഭനായിട്ടുള്ള നടൻ്റെ ചില ഊള ഫാൻസുകാർ, കാരണം ആ ഫാൻസുകാരാണ് ആ നടൻ്റെ പേര് വരെ നശിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ചില കമൻറ്റുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണാം. ഇന്നലെ വനിതയിൽ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള ഒരു മോഹൻലാൽ ആരാധകൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് അങ്ങ് പറയാം. കാരണം ഇവർക്കൊക്കെ സത്യത്തിൽ കുരുപൊട്ടിയിരിക്കുകയാണ്. കാരണം 2021 തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഹിറ്റ് സിനിമ പറയാനായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. കാരണം അത് പുള്ളി തിരഞ്ഞെടുക്കുന്ന സ്ക്രിപ്റ്റും കഥാപാത്രവും അങ്ങനെ ആയതുകൊണ്ട്. എന്നാൽ 2025 വരുമ്പോഴത്തേക്ക് ഒരുപാട് നല്ല സംവിധായകരുടെ നല്ല നല്ല സ്ക്രിപ്റ്റിൽ വരുന്ന സിനിമകൾ ഉണ്ടാകും എന്നാണ് നമുക്ക് ആ ഒരു അദ്ദേഹം എടുത്തിരിക്കുന്ന ആ ഒരു സിനിമകളുടെ ഇത് വെച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നത്. അപ്പോൾ വനിതാ തിയേറ്ററിൽ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള മോഹൻലാലിൻ്റെ കട്ട ആരാധകനായിട്ടുള്ള ആറാട്ടണ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആറാട്ടണ്ണൻ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആറാട്ടണ്ണനെ ചൊടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ സിനിമ നെഗറ്റീവ് അടിച്ചിട്ട് അതിനകത്തുകൂടെ ആളായിട്ട് വീണ്ടും വൈറലാകാൻ വേണ്ടി മറ്റൊരു ആറാട്ടണ്ണനാകാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വേട്ടാവളിന് ഇവരും തമ്മിലുള്ള ഒരു ചെറിയ ഒരു സംഭവം ഞാൻ എൻ്റെ വീഡിയോയിൽ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് നമ്മുടെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. അതാണ് സ്റ്റേറ്റ്മെന്റ്. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറൊരു അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. എന്റെ അഭിപ്രായം ഞാൻ കാശ് മുടക്കി കണ്ട പടത്തിന് അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പടം ലാഗില്ല എന്ന് പറയുന്നത് പടം ലാഗാണ്. പുള്ളി വൈറലാവാൻ വേണ്ടി ചെയ്ത വേലയാണ്, മനസ്സിലായില്ലേ? പുള്ളിക്ക് സ്വന്തമായി വൈറലാവാൻ വേണ്ടി ആറാട്ടനെ പറയുമ്പോൾ പുള്ളി എന്തായാലും വൈറലാവാലോ, ആ രീതിയിൽ പറഞ്ഞാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ പടം എല്ലാവരും കാണണം. കാരണം ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റാണ് ഏറ്റവും വലിയ വിജയം. അതെ, സ്വന്തമായിട്ട് വൈറലാവാൻ നോക്കുന്ന ആള്. എനിക്ക് ലാഗ് തോന്നിയില്ല. അത് എന്റെ അഭിപ്രായമല്ലേ. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ? അതിന് അതിന്റെ ഇടപെടേണ്ട ആവശ്യം എന്താണ്? അത് ഇടപെടേണ്ട ആവശ്യം അയൽക്കെന്നല്ലേ. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ? എനിക്ക് ലാഗ് തോന്നിയില്ല എന്ന് തോന്നി. അയാൾക്ക് ലാഗ് തോന്നിയില്ല. അയാൾക്ക് ലാഗ് തോന്നി ഞാൻ ലാഗ് ഉണ്ടെന്ന് പറയണോ? എനിക്ക് എന്റെ അഭിപ്രായം സംഭവം സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള മോഹൻലാലിന്റെ കട്ട ആരാധകനായിട്ടുള്ള നമ്മുടെ ആറാട്ടൻ റിവ്യൂ കൊടുത്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. കാരണം പുള്ളിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ലാഗൊന്നുമില്ല. അപ്പോഴാണ് ഈ ലാലപ്പൻ ഫാൻസിന്റെ മറ്റൊരു വികൃതി. കാരണം അവൻ പറയുന്നത് ഇത് ലാഗാണെന്നാണ് പറഞ്ഞത്. പലർക്കും പല കാഴ്ചപ്പാടാണല്ലോ സിനിമ. കാരണം സിനിമ എന്ന് പറയുന്നത് ആ സിനിമ കോൺസെപ്റ്റിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് അത് ചിലപ്പം നല്ലതായിട്ട് തോന്നാം അല്ലെങ്കിൽ മോശമായിട്ട് തോന്നാം. ഈ രണ്ടുപേർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എന്തായാലും അവിടെ ഉണ്ട്. അപ്പം ഇവൻ വന്നിട്ട് വൈറലാകാൻ നോക്കിയതാണ്. ആറാട്ടണ്ണൻ അത് ലാഗാണെന്ന് പറയണം, കാരണം അവനൊരു ലാലേട്ടൻ ഫാൻസ് ആണല്ലോ. അപ്പോൾ ഈ രണ്ടുപേരും കൂടെ വന്നപ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ
ഈ പിന്നെ ജെന്യൂനായിട്ട് ഈ പറയുന്ന ആറാട്ടണ്ണൻ സിനിമ കണ്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടു, അയാൾക്ക് അത് ലാഗില്ല എന്ന് പറഞ്ഞു. എന്നാലും ഈ ലാലപ്പൻ ഫാൻസിനെ പഞ്ഞിക്കിട്ട് അവിടെ വന്നു കൂടിയ ആൾക്കാരെല്ലാം കൂടെ ഓടിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്തായാലും ഇതുപോലെ എന്താ പറയുക, ഞരമ്പ് രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നടനോട് അന്ധമായിട്ടുള്ള വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും മോശമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും പൊട്ടണം എന്ന് പറഞ്ഞു നടക്കുന്ന ഈ ഊളകളാണ് സത്യത്തിൽ ഈ നടൻ്റെ ശാപം എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്തരത്തിൽ മനോവൈകല്യമുള്ള ഈ നാറികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ എന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ? അപ്പം നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തുള്ള വേട്ട മളിയന്മാരെ നിൻ്റെയൊക്കെ ആ മനസ്സിലുള്ള ആ ചിന്താഗതി മാറ്റിവെച്ച് കഴിഞ്ഞാൽ വരുന്ന സിനിമകളൊക്കെ നല്ല രീതിയിൽ വിജയിക്കും. അതിനകത്തൊന്നും ഒരു മാറ്റമില്ല. ഞങ്ങളടക്കം ആ സിനിമകൾ കാണുന്ന ആൾക്കാരാണ്. കാരണം ഒരു പ്രത്യേക ഫാൻസിൻ്റെ ഒരു പ്രത്യേക ആക്ടറുടെ സിനിമ മാത്രമേ കാണത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന ചിന്താഗതി അങ്ങോട്ട് മാറ്റുക. കാരണം ഞങ്ങൾ എല്ലാവരുടെയും സിനിമകൾ കാണുന്നുണ്ട്, എല്ലാ സിനിമകളെ കുറിച്ചിട്ടും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇവർ ഒരു പ്രത്യേക നടൻ്റെ സിനിമകൾ മാത്രം കാണുകയും അതിനകത്ത് മോശമാണെങ്കിൽ ഇപ്പം ബാറോ സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? പക്ഷെ അതിനകത്ത് നെഗറ്റീവ് കമന്റ് അടിച്ച് മറ്റു ഫാൻസുകാർ ആരും വന്നിട്ടില്ല. പക്ഷെ ആ സിനിമ ആദ്യം നെഗറ്റീവ് അടിച്ചത് അവർ തന്നെയാണ് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും